സ്ഫോടന പരമ്പരയ്ക്ക് പിന്നാലെ ഇസ്രായേലും ലബനനും ആക്രമണം കടുപ്പിച്ചതോടുകൂടി പശ്ചിമേഷ്യയിൽ യുദ്ധഭീതിയാണ്. പ്രതികാരം ചെയ്യുമെന്ന ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രുള്ളയുടെ ആഹ്വാനത്തിന് പിന്നാലെ വെള്ളിയാഴ്ച ഇസ്രായേലിലേക്ക് 140 റോക്കറ്റുകൾ ലബനൻ ഭാഗത്ത് നിന്നും വിക്ഷേപിച്ചു. വ്യോമാക്രമണത്തിലൂടെ ഹിസ്ബുള്ള കമാൻഡർ ഇബ്രാഹിം അഖിൽ അടക്കം 14 പേരെ വധിച്ചു എന്നാണ് ഇസ്രായേൽ മറുപടി നൽകിയത്. ആക്രമണത്തിൽ 66 പേർക്ക് പരിക്കേറ്റതായി ലബനീസ് ആരോഗ്യ വിഭാഗം അറിയിച്ചു. F-35 യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത് എന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഡ്രോണുകൾ ഉപയോഗിച്ച് നടത്തിയ ടാർഗറ്റഡ് അറ്റാക്കിനെ എത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇസ്രായേൽ സൈന്യം പുറത്തിറക്കിയ വിശദീകരണത്തിലും ചിലരെ ലക്ഷ്യമിട്ടുള്ള ടാർഗറ്റഡ് സ്ട്രൈക്കാണ് വെള്ളിയാഴ്ച നടത്തിയത് എന്നുമാണ് പറയുന്നത്. പിടികൂടാൻ സഹായിക്കുന്നവർക്ക് $7 മില്യൺ ഏകദേശം 58 കോടി രൂപ അമേരിക്കൻ സൈന്യം പാരിതോഷികം പ്രഖ്യാപിച്ച കുറ്റവാളി പട്ടികയിൽപ്പെട്ടയാളാണ് ഹിസ്ബുള്ളയുടെ മുതിർന്ന കമാൻഡർ കൂടിയായ ഇബ്രാഹിം അഖിൽ. കഴിഞ്ഞ ദിവസം ചുക്കാൻ പിടിച്ചിരുന്ന അഖിൽ പൊതുവേദികളിൽ ഒന്നും തന്നെ പ്രത്യക്ഷപ്പെടാറുള്ള ആളല്ലായിരുന്നു. തസീം എന്ന പേരിലും അറിയപ്പെടുന്ന ഇയാൾ ലബനീസ് സായുധ സംഘത്തിന്റെ മുതിർന്ന സൈനിക ഗ്രൂപ്പിലെ അംഗമായിരുന്നു. അഖിലിനെ ഓർത്ത് ഒരാളും കണ്ണീർ പൊഴിക്കില്ല എന്നും 40 വർഷങ്ങൾക്ക് മുൻപ് അമേരിക്കൻ ക്യാബ് ആക്രമിച്ച പ്രതിയാണ് അയാളെന്നും മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ പ്രതിനിധി ബ്രെറ്റ് മാർക്ക് പ്രതികരിച്ചിട്ടുണ്ട്. എന്നാൽ അഖിലിന്റെ കൊലപാതകത്തോടെ ഇസ്രായേൽ മര്യാദയുടെ എല്ലാ സീമകളും ലംഘിച്ചതായും കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്നുമായിരുന്നു ലബനൻ ഫലസ്തീൻ പ്രതിനിധികളുടെ പ്രതികരണം. വധിച്ച ഇസ്രായേൽ കഴിഞ്ഞ ദിവസമാണ് അമേരിക്ക 58 കോടി വിലയിട്ടിരുന്ന ഈ അഖിലിനെ ഇസ്രായേൽ വധിച്ചത്. അതിന് പിന്നാലെയാണ് വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ ടോപ്പ് കമാൻഡറെയും ഇപ്പോൾ ഇസ്രായേൽ വധിച്ചിരിക്കുന്നത്. ബെയ്റൂട്ടിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ ഇസ്രായേൽ നടത്തിയ വ്യോമ ആക്രമണത്തിൽ ടോപ്പ് കമാൻഡറായ അഹമ്മദ് വഹീബ് കൊല്ലപ്പെട്ടു എന്നാണ് ഹിസ്ബുള്ള അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലാണ് അഹമ്മദ് വഹീബ് കൊല്ലപ്പെട്ടത്. റദ്വാൻ സ്പെഷ്യൽ ഫോഴ്സിന്റെ ഓപ്പറേഷനുകൾക്ക് മേൽനോട്ടം വഹിച്ചിരുന്നയാളാണ് അഹമ്മദ് വഹബി. കഴിഞ്ഞ ദിവസം ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ റദ്വാൻ യൂണിറ്റിന്റെ തലവനായ ഇബ്രാഹിം അഖ്വലും കൊല്ലപ്പെട്ടിരുന്നു. 1983 ബെയ്റൂട്ടിലെ അമേരിക്കൻ എംബസിക്ക് നേരെയുണ്ടായ ബോംബാക്രമണത്തിൽ 63 പേരാണ് കൊല്ലപ്പെട്ടത്. ഈ ആക്രമണത്തിന് പിന്നിൽ മുഖ്യ സൂത്രധാരൻ ഇബ്രാഹിം അഖ്വലിയാണ് എന്ന് അമേരിക്ക കണ്ടെത്തിയിരുന്നു. അഖിലിനെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് അമേരിക്ക $7 മില്യൺ പാരിതോഷികവും പ്രഖ്യാപിച്ചിരുന്നു. അതേസമയം ബെയ്റൂട്ടിലെ പുതിയ യുദ്ധങ്ങൾക്ക് പുതിയ മാനം നൽകിയിരിക്കുകയാണ് ഇപ്പോൾ അമേരിക്ക. 1983 ബെയ്റൂട്ടിലെ അമേരിക്കൻ എംബസിക്ക് നേരെയുണ്ടായ ബോംബാക്രമണത്തിൽ 63 പേരാണ് കൊല്ലപ്പെട്ടത്. ഈ ആക്രമണത്തിന് പിന്നിലെ മുഖ്യ സൂത്രധാരൻ ഇബ്രാഹിം അഖിലിയാണെന്ന് അമേരിക്ക കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും അമേരിക്കക്കാർ എത്രയും പെട്ടെന്ന് ലബനനിലുള്ള അമേരിക്കക്കാർ എത്രയും പെട്ടെന്ന് അവിടം വിട്ടൊഴിയണമെന്ന് ദേശീയ സുരക്ഷാ വക്താവ് ജോൺ കിർബി അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഇബ്രാഹിം അഖിലിന് പിന്നാലെ അഹമ്മദ് വഹീബ് കൂടി കൊല്ലപ്പെട്ടത് ഹിസ്ബുള്ളയ്ക്ക് കനത്ത തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. നേരത്തെ ഇസ്രായേലിന് നേരെ ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം നടത്തിയിരുന്നു. 140 റോക്കറ്റുകളാണ് ഇസ്രായേലിന് നേരെ വിക്ഷേപിച്ചിട്ടുള്ളത്. അടുത്തിടെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിന് മറുപടി ആയാണ് റോക്കറ്റ് ആക്രമണത്തിന് പിന്നിലെ ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രുള്ള വ്യക്തമാക്കിയത്.